Hey, this is Coffee with Finance, episode number 1. കോഫി വിത്ത് ഫിനാൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു കോഫി കുടിച്ചുകൊണ്ട് കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഫസ്റ്റ് കാര്യം, ഇന്ത്യയിൽ നിന്ന് 100ഓളം കൺട്രീസിലേക്ക് EV എക്സ്പോർട്ട് ചെയ്യാൻ പോകും. 2022 ഏകദേശം 39,000-ഓളം EV ആണ് എക്സ്പോർട്ട് ചെയ്തത്. ഇപ്പം നേപ്പാളിൽ, യൂറോപ്പിലൊക്കെ ഇതിൻ്റെ ഡിമാൻഡ് കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ചുകൂടി അധികം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമെന്ന് ഇനി. രണ്ടാമത്തെ ന്യൂസ്, ഇന്ത്യയിൽ AI ആപ്പുകളുടെ യൂസേജ് കൂടിക്കൂടി വരുമെന്ന്. 2024 അത് ഏകദേശം 669% ആണ്. വേൾഡിലെ മൊത്തം കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഏകദേശം 21% AI ആപ്പുകളുടെ ഡൗൺലോഡിങ് നടന്നിട്ടുള്ളത്. ടാറ്റ ഡിജിറ്റലിൽ പുതിയ CEO ആൻഡ് MD ആയിട്ട് സജിത് ശിവനന്ദന അപ്പോയിന്റ് ചെയ്തു. പുള്ളി ഇതിനു മുമ്പ് ജിയോ മൊബൈൽ ഡിജിറ്റൽ സർവീസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതിനു മുമ്പ് അയാൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ മെയിൻ നേതൃത്വം വഹിച്ച ഒരാളായിരുന്നു. 15 കൊല്ലത്തോളം പുള്ളി ഗൂഗിളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ടാറ്റ ഡിജിറ്റലിലേക്ക് വന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ടാറ്റ ന്യൂ സൂപ്പർ ആപ്പിനെ കുറച്ചും കൂടി സിമ്പിളും പവർഫുള്ളും ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്മാർട്ട് കോമേഴ്സ് ബിസിനസ്സിലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിനൊക്കെയാണ് ഇനി കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. സെപ്റ്റംബർ 1 പുള്ളി ജോയിൻ ചെയ്യുന്നത്. 25 കൊല്ലമായിട്ട് ഇന്ത്യൻ കാർ മാർക്കറ്റിൽ സെക്കൻഡ് നിന്നിരുന്നത് ഹുണ്ടായി ആയിരുന്നു. ഇപ്പം അത് തേർഡിലെത്തി. മഹീന്ദ്ര ആണ് ഇപ്പൊ സെക്കൻഡ്. 2025 ജനുവരി 1 മുതൽ ജൂലൈ വരെയുള്ള കണക്കിൽ 3,51,065 കാറുകളാണ് മഹീന്ദ്ര വിറ്റത്. പക്ഷെ അതേസമയം ഹുണ്ടായി വിറ്റത് 3,29,788 എണ്ണം. മഹീന്ദ്ര വരാനുള്ള കാരണം XUV 3XO, താർ, സ്കോർപിയോ, പിന്നെ B6 9 ഈ മോഡൽസിന്റെ ഏറ്റവും കൂടുതലുള്ള വിറ്റോര കൊണ്ടാണ് മഹീന്ദ്ര ഇപ്പൊ സെക്കൻഡ് ആയത്. ഇന്ത്യന്റെ ബൈക്കിന്റെ GSTയിൽ ചെറിയ മാറ്റം വന്നു. അതായത് 350cc താഴെയുള്ള ബൈക്കുകൾക്ക് 28% GST ഉണ്ടായത്. ഇപ്പം അത് 18% കുറഞ്ഞു. പക്ഷെ അതേസമയം 350cc കൂടുതലുള്ള ബൈക്കുകൾക്ക് 31% നിലവിലുള്ളത്. അത് 40% കൂടി. ബൈക്കിന്റെ GSTന്റെ കാര്യത്തിൽ ഇങ്ങനെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ EVന്റെ കാര്യത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഓപ്പൺ AIന്റെ പുതിയ ഓഫീസ് ഇന്ത്യയിൽ വരാൻ പോകുന്നു. ന്യൂഡൽഹിയിലാണ് വരാൻ പോകുന്നത്. ഏകദേശം 2025 എൻഡോടെ അത് ഓപ്പൺ ചെയ്യുന്ന പറയുന്നത്. ഇന്ത്യയിലെ റിച്ചസ്റ്റ് CM ആരാന്നറിയോ? ആന്ധ്രാപ്രദേശിലെ CM ആയിട്ടുള്ള ചന്ദ്രബാബു നായിഡു ആണ് റിച്ചസ്റ്റ് CM. 931 കോടിയാണ് ആസ്തി. ഇത്രയാണ് ഈ എപ്പിസോഡിലെ കാര്യങ്ങൾ. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കാം. ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ ഫിനാൻഷ്യൽ ന്യൂസ്.